ഹലോ ഗേസ്, നിങ്ങൾക്ക് തോന്നുന്നു ഞാനിപ്പോൾ നേപ്പാളിയാണുള്ളത്. അല്ല, ഞാൻ ദുബായ് മീന ബസാറിലാണുള്ളത്. ഇന്നാണ് നേപ്പാളി ഡേ. എല്ലാ സൺഡേയും ഇവിടെ നേപ്പാളി ഡേ ആണ്. നേപ്പാളികൾക്കാണ് മീന ബസാർ ഉള്ളത്. അവന്മാർ കള്ളു കുടിക്കാതെ ബോയ് ഫ്രണ്ടിന്റെ കൂടെയും ഭർത്താക്കന്മാരുടെ കൂടെയും ഫ്രണ്ട്സിന്റെ കൂടെയും ഹറമാദിക്കുന്നത് പുതുപുത്തൻ ഡ്രസ്സും കാര്യങ്ങളും കിട്ടി. അത് കാണേണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് നേപ്പാളി ഡേ എന്നുള്ള എൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. അങ്ങനെ നേപ്പാളി ഡേ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ഒരുപാട് ലക്ഷക്കണക്കിന് നേപ്പാളികളാണ് കാണുന്നത്. അവന്മാർ പ്രത്യേകത പറയുമ്പോൾ ഇനയത്തിന് കൂടെയാണുള്ളത്. അതിൻ്റെ കൂടെ പക്ഷികളും, എൻ്റെ സുഹൃത്ത് പക്ഷികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവണത്തിൽ പെറ്റ ഓരോരു പക്ഷികളാണ് കൂട്ടം കൂട്ടമായിട്ട് വരുന്നത്. അത് കാണാൻ നേപ്പാളികൾക്കും വല്ലാത്ത സന്തോഷം. ഞാനും ഭക്ഷണം കൊടുക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി കാണുന്നതാണ് എല്ലാവരും. അതിലേക്കാണ് ഞാൻ കൊടുത്തത്. ഇതാണ് നേപ്പാളികളെ കൂട്ടം. ഒരു പെരുന്നാൾ പോലെ അല്ല, ഒരു ഉത്സവം പോലെയാണ് അവന്മാർ മീന ബസാറിൽ അബ്രയിൽ ആഘോഷിച്ചിരിക്കുന്നത്. അത് കാണാൻ വേണ്ടി, നേപ്പാളികളെ കാണാൻ വേണ്ടി അന്യരാജ്യത്തു നിന്നും പല രാജ്യത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഓരോ അവന്മാരൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ലവും കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങളാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ പ്രാവണത്തിൽ വെച്ച ഓരോരു പക്ഷികളാണ് ഇവിടെ കൂട്ടം കൂട്ടിയിരിക്കുന്നത്. അത് കാണാനും വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾക്ക് തോന്നും, ഇത് തൃശ്ശൂർ പൂരപ്പരമ്പാണോ, അല്ല മീന ബസാർ അബ്രയാണോ, അല്ല നമ്മൾ നേപ്പാളിലാണോ ഉള്ളതെന്ന് ഒന്ന് സംശയിച്ചു പോകും. ഒരു മലയാളിയും ഒരു പാകിസ്ഥാനും ഇല്ലാത്ത നേപ്പാളി കൂട്ടങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. വളരെ രസകരമായി ഇണകൾ ഒന്നിച്ച് ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്നു. ഡാൻസ് കളിക്കുന്ന ആൾക്കാർ ഡാൻസ് കളിക്കുന്നു. ഇവൻ വിചാരിച്ചിരിക്കുന്നത് മൈക്കൽ ജാക്സൺ എന്നാണ് എൻ്റെ, പക്ഷേ അവൻ്റെ ഡാൻസ് ഇത്രയ്ക്കും കൊള്ളാത്തൊരു ഡാൻസാണ് ഈ നാറി കളിക്കുന്ന ഡാൻസ്. പിന്നെ കാണാൻ വളരെ കൗതുകത്തോടെ ആൾക്കാർ നോക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നേപ്പാളികളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പുതുപുത്തൻ ഡ്രസ്സിട്ട് അണിഞ്ഞിരിക്കുന്ന റെഡ് കളർ ഡ്രസ്സാണ് നേപ്പാളികൾക്ക് എപ്പോഴും ഉത്തമം എന്ന് എല്ലാവരും പറയുന്നത് വെറുതെ അല്ല. അവന്മാർ നേപ്പാളിക്കിൻ്റെ കുറിയും അതും റെഡാണ്, ഡ്രസ്സും റെഡാണ്. വളരെ രസകരമായ ഓരോ കാഴ്ചയിലൂടെയാണ് മീന ബസാറിൽ കാണുന്നത്. ഇത് കാണാൻ ഒരുപാട് മലയാളികളും അന്യരാജ്യക്കാരും ഇന്ത്യക്കാരടക്കം വരുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട നേപ്പാളികളാണ്. പുതുപുത്തൻ ഡ്രസ്സ് അനുസരിച്ച് ഒരാൾക്ക് 2 ഭാര്യ എന്ന നിലക്കിലാണ് ഇവിടെ ഇരിക്കുന്നത്. നല്ല രസകരമായ കാര്യങ്ങളാണ്. ആണും കുറവായിട്ട് കാണുന്നെങ്കിലും ഒരു ആണും പെണ്ണുമായിട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഒരു പക്ഷികളെ പോലെയാണ് ഇവന്മാർ. ഇണയില്ലാതെ ഒരിക്കലും നിൽക്കാൻ പറ്റുന്നില്ല. 14 വയസ്സ് മുതൽ ഇവന്മാർ ഇണയെ കണ്ടെത്തും. ഇണകൾ എവിടെ ഉണ്ടെന്ന് മണത്തറിയുന്ന ഒരു ശക്തിയും കൂടി ഇവന്മാർക്ക് ഉണ്ട് എന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുലിയെപ്പോലെ ഇണകൾ എത്ര ദൂരം ഉണ്ടെങ്കിലും അവന്മാർക്ക് ഇണ വേണമെങ്കിൽ അവന്മാർ ഓൺ ദ സ്പോട്ട് പോയി ഇണ ചേരും. ഇണകളെപ്പോലെയാണ്, പക്ഷിക്കൂട്ടങ്ങളെ പോലെയാണ്. ഈ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നേപ്പാളികൾക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണ്. നേപ്പാളികളുടെ ബിസിനസ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ടൂറിസ്റ്റുകൾ അടക്കം നേപ്പാളികളെ ഫോട്ടോ എടുത്ത് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രസകരമായ കാഴ്ച. ഇത് ദുബായിൽ ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് നേപ്പാളികളെ ഈ മീന ബസാറിൽ വന്ന് കണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേപ്പാളിലുള്ള സ്ഥലം, നേപ്പാളിൽ പോലും ജനസംഖ്യ കുറവാകുന്നുള്ളൊരു കംപ്ലൈൻ്റാണ് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്നൊരു പൂച്ചയാണ്, നല്ല അടിപൊളി പൂച്ച. പിന്നെ തോണികളൊക്കെ ലൈന് നിർത്തിയിരിക്കുന്നത് നേപ്പാളികൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നേപ്പാളി ഇനത്തിൽപ്പെട്ട ഫ്രൂട്ട്സിൻ്റെ ജ്യൂസാണ് അവിടെ കണ്ടത്. നല്ല നേപ്പാളികൾ കാണാനൊരു രസം കൂടുതലാണ്. അവന്മാർ ഫോട്ടോത്തിനൊക്കെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ബസ്സിൽ വന്നിട്ട് ഓരോരോ കൂട്ടങ്ങളിൽ നേപ്പാളികൾ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റായിട്ടും അല്ലാതെയും നേപ്പാളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വല്ലാത്തൊരു ഹരം തന്നെ. അതുകൊണ്ട് ഞാനും പക്ഷികളെ കൂടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ട് ഞാനും നിൽക്കാനുള്ളൊരു പരിപാടിയിലാണ്. നേപ്പാളി ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻ്റാണ്. അതുകൊണ്ട് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു സുഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷികളെ സ്നേഹിക്കുന്ന ആൾക്കാരും പക്ഷികളെ ഗവേഷകരൊക്കെ ഈ പക്ഷിയെ കാണാൻ വരുന്നുണ്ട്. ഇത് നേപ്പാളിൽ നിന്ന് വരുന്നതാണോ എന്ന് ഒരു സംശയം കൊണ്ടുണ്ട്. ഒരു മലയാളി 20 ദിർഹംസിന് വേണ്ടിയിട്ട് നേപ്പാളികൾക്ക് ഡ്രസ്സ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിതരണമല്ല, സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാൻസ് കളിച്ച് അവരുടെ
അന്നാ നേപ്പാളി ഡേ കണ്ട എല്ലാവർക്കും താങ്ക്സ് അർപ്പിക്കുന്നു, എല്ലാ വ്യൂവേഴ്സിനും. ഇന്നാ നേപ്പാളി ഡേ എത്ര കണ്ടാലും മതി വരാത്ത നേപ്പാളി ഡേ. ഒരുപാട് നേപ്പാളികൾ മാത്രമായിട്ടുള്ള നമ്മൾക്ക് ഈ സൈഡ് വന്നാൽ നേപ്പാളിൽ പോയ പോലെയാണ് തോന്നുന്നത്. നേപ്പാളി പോലും ഇത്ര നേപ്പാളികൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നേപ്പാളി ഡേ കണ്ട എല്ലാവർക്കും സ്വാഗതം എന്ന് വെച്ചാൽ എന്നെ അടുത്ത വീഡിയോ വരും വരെ കാത്തിരുന്നോളൂ. ബൈ ബൈ. മിന്നൽ നിച്ചു സൈൻ ഔട്ട്.